ഈ ഗുണ്ടകൾ ബേസിക്കലി ഗുണ്ട ആവുന്നതെന്ന് പറയുന്നത് ഈസി മണി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈവൻ ഇവിടെ നിന്ന് പൊറോട്ട അടിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രത്തിൽ പരസ്യം കാണാറുണ്ട്, പൊറോട്ട മേക്കർ റിക്വയർഡ് എന്ന് പറഞ്ഞ് 25,000 രൂപ 28,000 രൂപയാണ് സാലറി, സ്റ്റാർട്ടിങ് സാലറി. ഈവൻ ഒരു IT പ്രൊഫഷണൽ MTech പഠിച്ച IT പ്രൊഫഷണലിന് പോലും ഒരുപക്ഷെ അത്രയും കിട്ടുന്നില്ല ഇപ്പം, ഇനിഷ്യൽ 10,000-15,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനത്തുള്ള ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൊറോട്ട അടിക്കാനോ ഒക്കെ ഇവർ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയ മാന്യമായ തൊഴിലവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, മനസ്സിലായില്ല, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ കംപ്ലീറ്റ് ഗുണ്ടകളെ ഇപ്പം ജിയോ ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടയുടെ വീട്ടിൽ പോയി കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് രാത്രി ഗുണ്ടനെ പോയി തട്ടി വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓൺ ആവറേജ് ഒരു 30-35 ഗുണ്ടകളുടെ വീട്ടിൽ പോയി തട്ടി വിളിക്കുന്നുണ്ട് പോലീസുകാർ. ഗുണ്ടകൾ സ്ട്രിക്റ്റ് നിരീക്ഷണത്തിലാണ്. ഗുണ്ടകൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഗുണ്ടകൾ പോയി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതി കൊടുക്കുമ്പോഴാണ് നമ്മുടെ പേടി. ഗുണ്ടകളെ ജീവിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതിന് 100% നമ്മൾ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ആ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്ത സാധനം, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. നൈറ്റ് പെട്രോളിംഗ് സ്കീം ഒന്ന് റീവാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻറ്റയർ സിറ്റി നമ്മളൊരു 1275 പോയിൻറ്റ്സ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇറ്റ് ക്യാൻ ബി ആൻ ഓപ്പൺ ഗ്രൗണ്ട്, ഇല്ലെങ്കിൽ ഒരു കോളനി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം, കോളേജായിരിക്കാം, കോളേജ് ഗ്രൗണ്ടായിരിക്കാം, ബാർ ഹോട്ടലായിരിക്കാം, തട്ടുകടയായിരിക്കാം. അപ്പം അങ്ങനത്തുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് രാത്രി നൈറ്റ് പെട്രോളിങ് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേൺ നമ്മൾ റൂട്ട് മാപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഐഡിയലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 1275 പോയിൻറ്റ്സിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സിലും എല്ലാ പോയിൻറ്റ്സും ടച്ച് ചെയ്യും. ഇതിനിടയിൽ ഇപ്പോൾ ഏകദേശം ഒരു 700ഓളം ഗുണ്ടകളുടെ ജിയോ ടാഗിങ് നടന്നിട്ടുണ്ട്. അപ്പം ആ ഓരോ പോയിന്റിലും ഉള്ള ഗുണ്ടനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും അവിടെ എത്ര ഗുണ്ടകളുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 മാസമായിട്ട് ഈ ചെക്കിങ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഫെമിലിയറാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളുടെ ഡേറ്റാബേസ് ഒന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് ഗുണ്ടകളുടെ ഡേറ്റാബേസ്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡേറ്റാബേസ് നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. ബട്ട് ഓൾറെഡി ഒരു 600-700 ഗുണ്ടാസിന് ഓൾറെഡി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഗുണ്ടകൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ കാപ്പ ചുമത്തി ഒരു 10-35ഓളം ഗുണ്ടകൾ നമ്മൾ പുറത്താക്കി. അവർ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ദേ ആർ അറസ്റ്റഡ് ആൻഡ് പുട്ട് ഇൻ ടു ജയിൽ. അപ്പോൾ ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗുണ്ടാശല്യം വലുതായിട്ടുണ്ടായിട്ട് ഇപ്പോൾ അധികം അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നില്ല, കാരണം ഇങ്ങനെ എഫക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ബൈൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ 700 പേരെയും നമ്മൾ ബൈൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പഴയ CRPC 107, 110 CRPCയിൽ ബൈൻഡ് ഓവർ പ്രോസസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബൈൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും നാച്ചുറലി നമ്മളൊരു 5 lakh അല്ലെങ്കിൽ 10 lakh ഷ്യൂറിറ്റി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഇഫ് ഹി വയലേറ്റ്സ് ദി സെക്യൂരിറ്റി കണ്ടീഷൻ, ഇമ്മീഡിയറ്റ്ലി ഈ എമൗണ്ട് വിൽ ബി ഫോർഫിറ്റഡ്. അപ്പോൾ അത് എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ പുള്ളിയുടെ പ്രോപ്പർട്ടി വരെ ജപ്തി ചെയ്യാനുള്ള നടപടികൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ലീഗലി നമ്മൾ ഗുണ്ടകളെ ടൈറ്റാക്കി ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയുടെ ഏകദേശം ഒരു 90% ഓഫ് ദി ഏരിയ ഈ 1275 പോയിൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട് രാത്രി. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു 20-30% ഏരിയ, അതായത് ജസ്റ്റ് ഒരു ജീപ്പ് എടുത്ത് ഒന്ന് കറങ്ങും, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ പരിപാടി. അത് നിർത്താൻ വേണ്ടി നമ്മളിപ്പോൾ കൺട്രോൾ റൂമിൽ ഇരുന്ന് ഈ സാധനം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പോയിൻറ്റ്സിലെല്ലാം പോകുന്നുണ്ടോ, ആ ഓരോ പോയിൻറ്റ്സിലും എത്ര ഗുണ്ടകളുണ്ട്, ഗുണ്ടകളുടെ ഡെയിലി ചെക്ക് ചെയ്യേണ്ട ലിസ്റ്റ് അതൊരു എക്സൽ ഷീറ്റിലാക്കി ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യാണ്. ഇന്നലെ 35 ഗുണ്ടകളെ ചെക്ക് ചെയ്തു, അതിനകത്ത് എത്ര പേര് പ്രസൻറ്റ്, എത്ര പേര് ആബ്സെൻറ്റ്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലല്ലേ? ഇത് ലൈവ് അല്ല, ഇത് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സിറ്റി ബോർഡർ സീലിംഗ് പോയിന്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ വിതിൻ 10 minutes എൻറ്റയർ സിറ്റി സീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ടാർഗറ്റ്. അതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല ഇനിയും,
ഇനിഷ്യലി ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു എങ്ങനെയാണ് ഒരു 40-45 മിനിറ്റ്സ് എടുക്കും. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ദ എൻറ്റയർ സിറ്റി വിൽ ബി സീൽ വിതിൻ 10 മിനിറ്റ്സ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓരോ പോയിന്റിനും അത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഗുണ്ട ചുമന്നാണ് ഗുണ്ട അല്ല. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കുറേ കൂടെ ആക്സസിബിൾ ആണ്, സയൻറ്റിഫിക് ആണ്, മോണിറ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് അതായത് നമ്മൾ കൺട്രോൾ റൂമിൽ ഇരുന്ന് ഈ എന്തും മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് സാധനം കൺട്രോൾ റൂമിലും സിമിലർ ആയിട്ടുള്ളൊരു TV സ്ക്രീനും സിസ്റ്റവും ഉണ്ട്. പിന്നെ ഈ ഗുണ്ട ചെക്ക് നടത്തുന്ന ഇവരുടെ കൺസോളിഡേറ്റഡ് ലിസ്റ്റ് പിറ്റേ ദിവസം രാവിലെ സെറ്റ് കോൺഫറൻസിൽ നമ്മൾക്ക് പറയുന്നുണ്ട്. ഇത്ര ആൾക്കാരെ ചെക്ക് ചെയ്തു, ഇത്ര ആബ്സെൻ്റ്, ഇത്ര പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡെയിലി അതൊരു റുട്ടീൻ പ്രോസസ്സാണ്. അപ്പോൾ ആബ്സെൻ്റ് ആയവർ എന്തുകൊണ്ട് ആബ്സെൻ്റ് ആണ് അത് കൺസേൺ SHO ആളെ വിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സിസ്റ്റം ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഞാനതാണ് പറഞ്ഞത്, ഗുണ്ടകൾക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, എത്രയോ അതിഥി തൊഴിലാളികൾ വന്ന് ഇവിടെ ജോലി ചെയ്തിട്ട് അവരുടെ വീട് പുലർത്തുന്നതാണ്. ഇവിടെ പൊറോട്ട മേക്കർ 25,000 രൂപയാണ് ഓഫർ ചെയ്യുന്ന ആളുകൾ. 25,000-28,000 രൂപയാണ് പൊറോട്ട മേക്കർ. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിച്ചിട്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഡ്രഗും ഗുണ്ടാ മനസ്സും അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഇഷ്യൂസ് കൊച്ചിയിൽ വലുതായിട്ടില്ല. കൊച്ചിയിൽ മൊത്തം വെള്ളമാണ് എവിടെ നോക്കിയാലും, അതാണ് ഫീൽ ചെയ്യുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് 200 കിലോമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ വളരെ മനോഹരമായ പ്ലേസാണ് കൊച്ചി, അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് ഞാനത് കമ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ സിറ്റിയിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ട്രിവാൻഡ്രം പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റി ആയ സ്ഥിതിക്ക് അവിടെ ദ എൻറ്റയർ ഗവൺമെൻറ് മെഷീനറീസ് സ്റ്റേഷൻ്റെ ട്രിവാൻഡ്രം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആ ലെവലിലുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ആ ലെവലിൽ കുറേ കൂടെ അലേർട്ടാണ്, പോലീസ് അലേർട്ടാണ്. ആ ഒരു സെക്യൂരിറ്റി വിൽ ഓൾസോ ബി മച്ച് ഹയർ വെൻ കമ്പയർഡ് ടു കൊച്ചി. കാരണം ഗവർണർ, CM, മറ്റു മന്ത്രി, മിനിസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് എല്ലാവരും ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലോ സ്റ്റേഷനുണ്ട്. ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് കൊച്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ISRO അതുപോലുള്ള വലിയ പല പ്രോജക്ട്സ് ISROയുടെ മെയിൻ ഒരു സെൻ്ററാണ്, VSSC ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി വൈസ് എനിക്ക് തോന്നുന്നു അവിടെ കുറേ കൂടെ അവിടെ അലേർട്ടാണ് പോലീസ്. അതെ, അത് കൊച്ചിക്കാരുടെ തന്നെ അവർ പൊതുജനങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. 30 വർഷം മുമ്പുള്ള അതേ റോഡാണ് ഇന്നും. 30 വർഷം മുമ്പുള്ള വണ്ടികളാണോ ഇന്നുള്ളത്? ഒരിക്കലും അല്ല. വണ്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1000 ഇരട്ടിയായിരിക്കും ഒരുപക്ഷെ വർദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ആ സെയിം റോഡിലൂടെ നിങ്ങൾ എങ്ങനെ 1000 ഇരട്ടി വണ്ടി ഓടിക്കും? പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ റോഡ് വൈഡനിങ് ആണ് ആവശ്യം. പക്ഷേ റോഡ് വൈഡനിങ്ങിന് നിങ്ങൾ ആരും സ്ഥലം വിട്ടു കൊടുക്കാനും തയ്യാറല്ല. അപ്പോൾ ഈ ചെറിയ റോഡുകളിൽ വെച്ച് എന്ത് ചെയ്യാനാണ് പോലീസ്? ഇറ്റ് ഈസ് ആൻ ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്ക്. അല്ലാതെ ട്രാഫിക്കിൻ്റെ ഇവിടുത്തെ കൊച്ചിയിൽ മാത്രമല്ല എല്ലാ ഇന്ത്യൻ സിറ്റീസിലും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്കാണ്. അല്ലാതെ അത് ട്രാഫിക് പോലീസിൻ്റെ കഴിവുകളോ അല്ലാതെ അവർ ജോലി എടുക്കാതിരിക്കുന്നതല്ല. വൈഡർ റോഡ്സ്, ബിഗർ റോഡ്സ് വരാണെങ്കിൽ നാച്ചുറലി ഫ്രീ ലെഫ്റ്റ് ഒരുപാട് കിട്ടും, ഇല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് വണ്ടി പോകാനുള്ള ഇത് കിട്ടും. ഇവിടുത്തെ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആണ്. വളരെ ചെറിയ റോഡുകളാണ് ഇവിടെ, വീതി കുറഞ്ഞ റോഡുകളാണുള്ളത്. ആരും സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വിലപിടിപ്പുള്ള സ്ഥലമാണ്. അപ്പം തീർച്ചയായിട്ടും ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. പിന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ 1-2 കാറാണല്ലോ, എല്ലാവരുടെയും ബൈക്സ് ഉണ്ട്. പണ്ട് 60-കളിൽ 70-കളിൽ ഇല്ലെങ്കിൽ അതിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത ആ റോഡിൻ്റെ വീതിയേ ഉള്ളൂ ഇന്നും പല റോഡുകൾക്കും അല്ലേ. ആ ഒരു പ്രശ്നമാണ്. അത് ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിലിനൊക്കെ കണ്ടാൽ മതി. അത് ട്രാഫിക് ഇഷ്യൂ ഉപരി ഇറ്റ്സ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിലിനൊക്കെ. അതാണ്. ഇതുപോലെ തന്നെ നമ്മളെ നോക്കുകയാണെങ്കിൽ കൊച്ചിനെ സംബന്ധിച്ച് അതിഥി തൊഴിലാളികൾ അവരെ ഉൾപ്പെടുന്ന ക്രൈംസ് കൂടുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ? അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുന്ന ക്രൈംസ് കൊച്ചി സിറ്റിയിൽ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല.
കുറച്ച് NDPS കേസിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഒറീസയിൽ നിന്നൊക്കെ ഇവർ കുറച്ച് കഞ്ചാവ് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പക്ഷേ അതർ ക്രൈംസിൽ അങ്ങനെ ഇൻവോൾവ്മെൻറ്റ് നോട്ടീസ് ചെയ്തിട്ടില്ല. ഫിഗേഴ്സ് ഡസൻറ്റ് സപ്പോർട്ട് ദാറ്റ്. ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആൾക്കാരുടെ ഇടയിൽ, അതിഥി തൊഴിലാളികൾ പ്രോബ്ലമാറ്റിക് ആണ്, ക്രിമിനൽ കേസ് കൂടി വരുന്നുണ്ട്. ഇത് ശരിയല്ലാന്നിട്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ അതുകൊണ്ട് എന്തെങ്കിലും? ഓൺ ദ കോൺട്രറി, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ക്രിമിനൽസായിട്ടും ഈ ഗുണ്ടായുസം കാണിച്ച് നടക്കുന്നവർ അതിഥി തൊഴിലാളികളെ കണ്ടുപിടിച്ചിട്ട് അവർ ആ ജോലിക്ക് പോകണം എന്നുള്ളതാണ്. കാരണം ഇവിടെ അത്രയും ജോലിയുണ്ട്. ഇവിടെ ജോലി ഇല്ലാതെ ആൾക്കാർ ക്രിമിനൽ ആവുന്നില്ല, മനസ്സിലായില്ലേ? അതിഥി തൊഴിലാളികൾ മാന്യമായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് അവർ മാസം 15,000-20,000 രൂപ അവർ തിരിച്ച് അവരുടെ സംസ്ഥാനത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ ഇല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിഥി തൊഴിലാളികളെ കണ്ടുപഠിച്ച് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നതാണ്. ഈ ഗുണ്ടായുസം വെടിഞ്ഞിട്ട് മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കുക. എത്രയോ പേര് ഇവിടെ വന്ന്, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഇവിടെ വന്ന് തൊഴിൽ. ഇവിടെ ആൾക്കാർക്ക് തൊഴിലില്ല എന്നാണ് പരാതി. പക്ഷേ 8-10 ലക്ഷം അതിഥി തൊഴിലാളികളാണ് നമ്മുടെ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് അവരുടെ കുടുംബം പോറ്റുന്നത്.